നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാൻ ഉള്ളത് എന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഇവിടെ 9 ഓഫ് വാൻഡ്സ്, 7 ഓഫ് വാൻഡ്സ്, 10 ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, ജസ്റ്റിസ്, 5 ഓഫ് പെൻഡക്കിൾസ്, ദി വേൾഡ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം. ഈ ഒരു സമയത്ത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു വന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആരോഗ്യപരമായിട്ട് നിങ്ങൾ ഒരുപാട് ശാരീരികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഇവിടെ അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളൊക്കെ ഈ ഒരു സമയത്തും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയാനായിട്ടുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സോളിന് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനായിട്ടുള്ളത് ഒട്ടും നിങ്ങൾ തളർന്നു പോകരുത്. കുറച്ചുകൂടി നിങ്ങൾ ത്യാഗം സഹിച്ചു മുന്നോട്ട് പോവുക. ഒരിക്കലും നിങ്ങൾ നിരാശരാകില്ല. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തീർച്ചയായും കിട്ടുമെന്നാണ് നിങ്ങളുടെ സോളിന് നിങ്ങൾ പറയാനുള്ളത്. ഒരുപാട് വ്യക്തികൾ ഇവിടെ തളർന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇനി ഒരു ഭാവി ഇതിനുണ്ടാകില്ല എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം സ്റ്റക്കായിട്ടിരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ നിന്ന് പോകരുത്. എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം ഉണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ചില വ്യക്തികളെയൊക്കെ ആരൊക്കെ ഇവിടെ ചതിച്ചതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടിയ ഒരു ചതിയാണെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാക്കി വെച്ചതൊക്കെ ആയിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ ഫാമിലിയിൽ നിന്നൊക്കെ വളരെയധികം വിട്ടു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു യാത്രയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തോ ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ യാത്രയിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കുറച്ച് ആശയക്കുഴപ്പത്തിലായി ഇവിടെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സോളിന് പറയാനുള്ളത് ഒട്ടും തന്നെ നിങ്ങൾ ചിന്തിച്ച് സമയം കളയരുത്. തീർച്ചയായിട്ടും ആ യാത്രയ്ക്കായി നിങ്ങൾ ഒരുങ്ങിക്കോളൂ, മുന്നോട്ട് പൊയ്ക്കോളൂ. കാരണം അത് നിങ്ങൾക്ക് വലിയൊരു വിജയം തന്നെ കൊണ്ടുവരുമെന്നാണ് നിങ്ങളുടെ സോളിന് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ജോലി സംബന്ധമായിട്ടൊക്കെ വലിയൊരു മാറ്റം നിങ്ങളിൽ വരാൻ പോകുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു അവസ്ഥയൊക്കെ മാറി എന്ത് കാര്യത്തിനാണെങ്കിലും നല്ലൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പുതിയൊരു അവസരമാണ് ഈ യാത്രയിലൂടെ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു തുടക്കം, പുതിയ നല്ലൊരു തുടക്കം നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു തുടക്കം തന്നെ നിങ്ങളെ വലിയൊരു വിജയത്തിൽ കൊണ്ട് എത്തിക്കുമെന്നാണ് നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. പക്ഷേ യാതൊരു കാരണവശാലും നിങ്ങളിവിടെ സ്റ്റക്കായി പോവാൻ പാടുള്ളതല്ല. ചില വ്യക്തികളൊക്കെ സ്റ്റക്കായി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് തളർന്ന ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും അങ്ങനെ നിങ്ങൾ ഇരുന്ന് പോകരുത്, മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നത് ദി വേൾഡാണ്. അതായത് ഒരാഘോഷം തന്നെ നിങ്ങളിൽ വരും എന്ന് തന്നെയാണ് നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതായത് ഇവിടെ ഒരുപാട് വ്യക്തികൾക്ക് ഇവിടെ വളരെ നാളുകളായിട്ട് കുട്ടികൾ ഇല്ലാതെ ഒരുപാട് വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് കാലം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് കാണിക്കുന്നത്. അവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അസുഖങ്ങൾ അനുഭവിച്ചിരുന്നവർക്കൊക്കെ ഒരു മോചനവും, അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ഇവിടെ വിവാഹമൊക്കെ ഒത്തിരി നാളായിട്ട് നോക്കുകയും ഒന്നും നടക്കാതെയൊക്കെ ഇരിക്കുന്ന ചില വ്യക്തികളെയൊക്കെ കാണിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു നല്ലൊരു ആഘോഷം, ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരും എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതായത് എല്ലാ തരത്തിലും നല്ലൊരു വിജയം തന്നെയാണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റക്കായി പോകാതെ നിങ്ങൾ ഈ ഒരു സമയത്ത് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്